ഇത് ബേതാൽഘട്ട് എന്ന ഡിസ്ട്രിക്റ്റിലെ ബഡേരി എന്ന ഒരു സ്ഥലമാണ്. ഈ നൈനിറ്റാളിലെല്ലാം ഇതുപോലത്തെ വഴികളൊക്കെയാണ്. നമുക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് ഇതൊക്കെ ഉരുണ്ടുപോരാം, കല്ലൊക്കെ ഉരുണ്ടുപോരാന്നാണ്. ഈ കാണുന്നത് ഒരു ജൂല പൂൾ എന്ന ഈ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ എന്ന് പറയും. റിവറിന് കുറുകെയുള്ള ബ്രിഡ്ജ്, തൂക്കുപാലം. ആ തൂക്കുപാലത്തിൻ്റെ അറ്റത്തുള്ള റോപ്പ് കെട്ടിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തും കെട്ടിയിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ അപ്പുറ സ്ഥലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും. അവിടെ ഇങ്ങനെ ഇതിലാണ് ശരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഭാരം ഇരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബ്രിഡ്ജ് താഴെ പോകും. അതാണ് എൻ്റെ ടെക്നിക്ക്. സോ അതിൻ്റെ ടെൻഷനിലാണ് നിൽക്കുന്നത് തന്നെ റോപ്പിൻ്റെ. ഈ ഒരു പാലം 2 വർഷം കൊണ്ടാണ് പണിതെന്നാണ് പറയണത്. ബട്ട് ഇതിന് മുമ്പ് ഇവർക്ക് ഈ വെള്ളമൊക്കെ വരുമ്പോൾ, മഴവെള്ളമൊക്കെ കൂടി വരുമ്പോൾ ഈ ബ്രിഡ്ജ് കടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടൗണിലേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പുറകെ കാണുന്ന ഇവിടുത്തെ ഒരു ഇരുമ്പ് പാലമാണ്. ഇതിപ്പോൾ ഒരു 2 വർഷം എടുത്തിട്ട് പണിതാന്നാണ് പറയുന്നത്. ഈ പാലം 2 വർഷം എടുത്തിട്ട് പണിതാണെങ്കിലും നന്നായിട്ട് പണിതിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത് ഇതിൻ്റെ ഈ റോപ്പ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തും ഇതേപോലെ റോപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പുഴ, അതൊരു കോശി റിവറാണ്. ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുകളൊക്കെ ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ കടുവ പോകുന്ന സ്ഥലമാണ്. കടുവകൾ സ്ഥിരം പോകണമെന്നാണ് കേട്ടത്. രാത്രി ആയി കഴിഞ്ഞാൽ കടുവയുടെ സ്ഥലമാണ്. ഈ പാലം കടന്നും കടുവ പോകാറുണ്ട്. ഇവിടെ ഏകനായിട്ടൊരു കടവുണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ടും കുറേ കടവുകളെന്ന് പറഞ്ഞിട്ടു. നമ്മൾ ഈ കാണുന്ന പോലെ സുന്ദരമാണെങ്കിലും രാത്രി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ വേറൊരു രീതിയിലാണ്. ഇതിലൊന്നും മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ പാലം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം ചെയ്ത പാലമാണ്. നമുക്ക് ഈ പാലം ഒന്ന് കാണാം. ഇത് കാറ്റത്ത് ഇളകിയാണെന്നാണ് പറയണത്. പാലത്തിലേക്ക് ഇറങ്ങാനൊരു വഴി സൈഡിലുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു പാരപ്പറ്റ് വാളം ഒന്നും കെട്ടിയിട്ടില്ല. കുറച്ച് അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇത് പാലത്തിൻ്റെ അടിയിലുള്ള ഒരു ഏരിയയാണ്. കുറച്ച് താഴെയായിട്ടാണ്. ഇവിടെ നമുക്ക് പാലം മുഴുവനായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിലൂടെയും കുറച്ച് വയർ പോയിക്കണം കാണാൻ പറ്റും, റോപ്പ് പോയിക്കണം കാണാൻ പറ്റും. ടെൻഷൻ അങ്ങോട്ടേക്കും കൂടെ പോകുന്നുണ്ടെന്ന് അർത്ഥം. ഈ പോകുന്ന വെർട്ടിക്കൽ വയറിലൂടെ എല്ലാം ടെൻഷൻ കവർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടിയിട്ടാണ് ഈ പാലത്തിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. സോ എങ്ങനെ ആടിയായാലും പാലം സ്റ്റേബിളായിട്ട് നിൽക്കും. കാരണം അത്രത്തോളം ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് കേബിൾ വലിച്ചിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടും സൈഡിൽ ഹൊറിസോണ്ടലായിട്ടും അടിക്കടയൊക്കെ വലിച്ചിട്ടുണ്ട്. സോ എത്ര കാറ്റ് വന്നാലും ഇതിന് ചിലപ്പോൾ ഒന്ന് ഇളകുന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നടുക്ക് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കൂടെ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്. നടന്നു പോകാൻ വലിയ പാടുന്നില്ല. പക്ഷെ നമ്മൾ നടക്കുമ്പോഴും ഈ സാധനം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ നടത്തം കൊണ്ട് കുലുങ്ങുന്നതല്ല, നല്ല കാറ്റ് വീശുമ്പോൾ വിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ പാലം ശരിക്കും കുലുങ്ങുന്നുണ്ട്. എന്നാലും പേടിയൊന്നും ആവുന്നില്ല. പാലത്തുകളെ നടന്നു നല്ല രസമാണ്. അടുത്ത് ഓടുന്നത് മതിയായിരുന്നു. അപ്പുറത്തും ശരിക്കും നല്ലൊരു ചെറിയൊരു പാരപ്പറ്റ് വളവിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ കാറ്റിൽ സാധനം ആടുന്നുണ്ട്. ഇപ്പോഴും കോൺക്രീറ്റാണ് ഇട്ടിരിക്കുന്നത്. നടക്കുന്നത് നമ്മൾ കാറ്റിൽ ആടുന്നുണ്ട്. ചെറിയൊരു പേടിയൊക്കെ തോന്നും. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ നമുക്ക് ചെറുതായിട്ട് പേടിക്കും. അതൊക്കെ നമ്മുടെ ജന്മാവകാശമാണല്ലോ. ഇതിന് ജൂല പൂൾ എന്നാണ് വിളിക്കുന്നത് ഹിന്ദിയിൽ. പൂൾ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്നാണ് അർത്ഥം. ജൂല പൂൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് അക്രോസ് ദ റിവർ, അതാണ് അർത്ഥം. ഇത് ബഡേരി എന്നുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ബഡേരി എന്നാണ്. ഇവിടെ ഇഷ്ടംപോലെ കടുവകളുണ്ട്. കടുവകളെ ഒരു ഹിന്ദിയിൽ പറയുന്ന ബാഗ് എന്നാണ്. രാത്രി ഈ വഴിക്കിടയിൽ കടുവ പോകുന്ന സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി ഞാൻ ഇന്നലെ ഈ വഴിക്കിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുഴയുടെ അടിയിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു വെളുത്തൊരു സാധനം പോകുന്നുണ്ട്. അപ്പോൾ അതവർ പറഞ്ഞത് ഇവിടെ അതിനൊരു പേരുണ്ട്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുഴയിൽ മാത്രം ജീവിക്കുന്ന വെള്ളത്തിലൂടെ പോകുന്ന ഒരു കോഴിയുണ്ടെന്ന് പറഞ്ഞു. ഒരു മുറുകിയാണെന്ന് പറഞ്ഞാൽ നദിക്ക മുറുകി എന്നാണ് പറയുന്നത്. ആ ഒരു കോഴി ഭയങ്കര സ്പീഡാണെന്ന് പറഞ്ഞു. അതിനെ പിടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രുചിയാണെന്ന് പറഞ്ഞത്. പക്ഷേ പിടിക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ പുഴയകത്ത് നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ കടുവ സ്ഥിരമായിട്ട് നടന്ന വഴിയെ നിങ്ങൾ ഓർക്കുക. അതിമനോഹരമായ കാഴ്ചയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം ആ പുഴയിൽ കിടക്കുന്ന കല്ലുകൾക്ക് പോലും കൊണ്ട് പ്രത്യേകം ഭംഗി. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വലിയൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല രസമാണ് നിൽക്കാൻ. ഞാൻ ഈ കടുവയുടെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാനല്ല. കാരണം ഇത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. സോ അപ്പോൾ കടുവയ്ക്ക് ചാടിപ്പോൾ എളുപ്പമാണ്. അവർക്കറിയില്ല നാഷണൽ പാർക്കാണോ മറ്റൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വഴികളൊക്കെ പോകുമ്പോൾ ഈ വഴിക്കടെ വരും. അവർ ഈ വഴിക്കടൊക്കെ പോകുമ്പോൾ ഇവിടെ ഉള്ള ആളിൻ്റെ അടുത്ത് പറഞ്ഞത് വഴിക്കടെ പോകുമ്പോൾ അപ്പുറത്തേക്കും ഒരു നോട്ടം ഉണ്ടാവും. വേറെ ഒന്നുമില്ല. ആളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവരും. മനുഷ്യരെ അവർക്ക് ഇത്തിരി പേടിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ട് ഒരു നേരിട്ടൊരു ഏറ്റുമുട്ടൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഇത്ര ഉള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ തന്നെ ആയിരിക്കും ഒരു ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഞാൻ കേട്ടൊരു അറിവ്.
ഇപ്പോൾ പുഴയിൽ ഇത്തിരി വെള്ളം കുറവാണ്, എന്നാലും ഈ വെള്ളത്തൊക്കെ നല്ല ഐസ് പോലെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും എൻ്റെ കൈ നല്ല ഐസ് പോലെ തന്നെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ രണ്ട് കൈയും നമ്മൾ എക്സ്പോസ്ഡ് ആയ കാരണം ഒന്ന് കയറ് ഇടണം, അല്ലെങ്കിൽ ഈ കൈ നമ്മുടെ തീയുടെ മുകളിൽ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കണം, എന്നാലേ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൈ എത്തുള്ളൂ. ബാക്കിയെല്ലാം ഈവൻ നമ്മുടെ ഫേസിന് അത്ര പ്രശ്നം വരാറില്ല, പക്ഷേ കൈക്ക് പ്രശ്നം വരാറുണ്ട്. എനിക്കൊന്ന് കൈ പെട്ടെന്ന് തണുപ്പ് പിടിക്കുന്ന സ്ഥലമാണല്ലോ. കൈയും രണ്ട് കൈകളും കാലും ഫേസൊക്കെയാണ് ശരിക്കും നമ്മുടെ തണുപ്പ് പെട്ടെന്ന് പിടിക്കുന്ന ഭാഗങ്ങൾ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കവേർഡ് ആയിരിക്കുമല്ലോ നമ്മൾ. സോ ഇതെല്ലാം പച്ചപ്പ് പിടിച്ച കുന്നുകളായിട്ട് മാറും. കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ചും കൂടെ മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഹരീലിയാവുമെന്നാണ് പറയുന്നത്. അതായത് പച്ചപ്പായി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ മാറും, ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പം തന്നെ ഭംഗിയുണ്ട്, പിന്നെ അതിൽ പച്ച മുഴുവനായി കഴിഞ്ഞാൽ തന്നെ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. സോ ഇതായാലും ഇവിടെ ഉണ്ടാക്കിയ എൻജിനീയേഴ്സിനെയും ഇവിടെ ഉണ്ടാക്കിയ പണിക്കാരൊക്കെ നമ്മൾ സമ്മതിക്കണം. കാരണം നമ്മളത് കാണാണ്ട് പോരുതല്ലോ. അവരുടെ ഒരു വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വഴികൂടെ വരാനും കാരണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ വഴികൂടെ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്നത്. പല ടൂറിസ്റ്റുകളും ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാലും അധികം ആൾക്കാർ അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. കാമാൻകോറ്റാണ്, ആൾക്കാരധികം ഇല്ല. അതൊക്കെ ഒരു രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ഈ പുഴയുടെ അടിയിലേക്ക് പോകാൻ വേണ്ടി പോകണം. അങ്ങോട്ടേക്ക് പോകാനൊരു വഴിയും അവിടെ തന്നെ ഉണ്ട്. ഫുള്ള് കല്ലാണ്. ഈ കല്ല് മുകളിൽ നമ്മൾ ഷൂസിട്ട് നടന്നാൽ പോലും കാല് വേദനെടുക്കും, കാരണം ഒരു പ്ലെയിൻ സർഫസ് കിട്ടാത്ത കാരണം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വഴിക്ക് നടന്നപ്പോൾ എന്തൊക്കെ സാധനം ഇളകി പോകണ്ടായിരുന്നു. അത് ചില പാമ്പൊക്കെ ആയിരിക്കാം. എന്തായാലും കാണാത്ത കാരണം എനിക്ക് പേടിയും തോന്നിയില്ല. നമ്മളെന്തെങ്കിലും കാണുമ്പോഴാണല്ലോ പേടി. എന്തോ ഉണ്ടെന്നുള്ള ഓർമ്മയിൽ പോയാൽ മതി. അപ്പോൾ ഒരു തരത്തിൽ നമ്മളങ്ങ് ഇറങ്ങി പോവുകയാണ്. പോയി ഇവിടെ തന്നെ ഇവരെ പമ്പ് ഹൗസ് അടിയിലുണ്ട്. ഈ പമ്പ് ഹൗസ് ഇവിടുന്ന് വെള്ളം എടുക്കുന്നു, മുകളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഈ ജൽജീവൻ മിഷൻ്റെ ജെജെഎമ്മിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ എല്ലായിടും നടക്കുന്നുണ്ട്. എല്ലാ വീടുകളിലേക്കും പൈപ്പ് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സോ അതിൻ്റെ ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത്. പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴിയാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങളിങ്ങനെ രണ്ടുപേരും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പിടിച്ചങ്ങ് പോവാം. പിടിച്ച് അപ്പുറത്തെത്തി. ഈ പുഴ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണുക മാത്രമല്ല, വെള്ളം നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. പിന്നെ എന്നെ ഹഠാത് ആകർഷിച്ചത് വേറൊന്നുമല്ല, ഇവിടുത്തെ കല്ലുകളാണ്. ഈ കല്ലുകൾ എന്ന് വെച്ചാൽ ഇതിൽ ക്രിസ്റ്റലൈസ് കല്ലുകൾ ഞാൻ കണ്ടു. കുറച്ച് കല്ലുകൾ എൻ്റെ കൂടെ വന്ന ഈ പുള്ളിയുടെ പേര് ആവേശാണ്. പുള്ളി ജമ്മു എന്നാണ്. പിന്നെ പുള്ളി ഈ കല്ലിൽ കുറച്ച് ഭ്രാന്തനാണ്. എന്നുവെച്ചാൽ കൽഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. കല്ല് കണ്ടാൽ പിന്നെ വിടില്ല. അപ്പോൾ അങ്ങനെ ആ പുള്ളി കുറേ ക്രിസ്റ്റലൈൻസ് ഉള്ള കല്ല് എന്നെ പൊട്ടിച്ച് കാണിച്ചു തന്നു. പക്ഷെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണൊക്കെ ഇത്. ചില ആളുകൾക്ക് ചില കാര്യങ്ങളോട് കൗതുകം കൂടുന്നു പറഞ്ഞാൽ പുള്ളിക്ക് കല്ലിന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി കല്ലിൻ്റെ അടുത്ത് മാറിയിട്ടില്ല. ഞാൻ പിന്നെ പുഴ കാണാൻ പോയി അങ്ങോട്ടേക്ക്. അപ്പോൾ കല്ലും എനിക്കിഷ്ടമാണ്, പക്ഷേ പുള്ളിയുടെ അത്രയും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും കാണുമ്പോൾ ഭയങ്കര കൗതുകമുണ്ട്. കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രത്നങ്ങൾ വരെ ഉണ്ടാവാം. അത് നമുക്കറിയാൻ പാടില്ലാത്തതാണ്. ചിലപ്പോൾ ഇവിടുന്ന് 2 കല്ലെടുത്ത് പോയാൽ നമ്മൾ വലിയ കോടീശ്വരനായിട്ട് മാറാവുന്നേ ഉള്ളൂ. അങ്ങനെ ആഫ്രിക്കയിലെ ഒരാൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കല്ലിൻ്റെ ഉള്ളിൽ രക്തം ഉണ്ടായിരുന്നു പോലും. അപ്പോൾ ഏതിലെ രക്തം ഉണ്ടെന്ന് അറിയാൻ നമുക്കിത് മതിയായിരുന്നു. പിന്നെ പണിക്കൊന്നും പോകണം, ജീവിക്കായിരുന്നു. പക്ഷേ എന്നാലും പ്രകൃതി കാണുക എന്നുള്ള ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ മീനുണ്ടെന്നാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മീൻ കാണാനില്ല, പക്ഷേ മീനുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ കയറിയ പാലത്തിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. എന്താ ഇതിൻ്റെ മെഗാ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റൂ. സോ ഇതിൻ്റെ എഞ്ചിനീയേഴ്സിനൊക്കെ നമ്മൾ നമിക്കണം. ശരിക്കും റെസ്പെക്റ്റ് എഞ്ചിനീയേഴ്സ് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയേഴ്സിനെ അധികം റെസ്പെക്റ്റ് ചെയ്യാറില്ല, പക്ഷേ റെസ്പെക്റ്റ് അധികം കൊടുക്കേണ്ട എഞ്ചിനീയേഴ്സിന് തന്നെയാണ്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയും തെളിഞ്ഞ വെള്ളവും നല്ല എന്താ പറയുക, നല്ല തണുത്ത വെള്ളവും ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇതുപോലൊരു കുന്നിൻ്റെ ഇടയ്ക്കിടെ വെള്ളം വരുന്നു, ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്കിടെ നടുക്കിടെ ഒരു കരടിയോ ഒരു കടുവയും കൂടെ വന്നാൽ കുറച്ചുകൂടി രസമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അതൊന്നും കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. ഐ എം സൈനിങ് ഓഫ്. വീണ്ടും നൈനിറ്റാൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കാം. വരുന്നവരെ വണക്കം, നന്ദി, നമസ്കാരം.